കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഞാൻ വീഴുന്നേ, താഴെയിറക്കിയേ. യുവർ ഓൺ മൈ ഹാൻഡ്. ഗൗരവത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ മറുപടിയിൽ അത്രയും നേരം പേടിയോടെ താഴേക്ക് നോക്കിയ പീലിയുടെ കണ്ണുകളും അവനിൽ മാത്രമായി. വീഴില്ല, ഞാൻ പിടിച്ചോളാം എന്നല്ലേ പറഞ്ഞ്. അവൻ്റെ കൈക്കുള്ളിലാണെന്ന്. അളന്നു മുറിച്ച് സംസാരിക്കുന്നവനിൽ നിന്ന് ലഭിക്കുന്ന വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ടാവും. അതെ, അവൻ്റെ കൈക്കുള്ളിലാണ്. ആരെയും ഒന്നിനെയും പേടിക്കാനില്ല. പീലി അത്രയും ഇഷ്ടത്തോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖമമർത്തി ചുംബിച്ചു. അവൻ ആഗ്രഹിക്കുന്നെന്തെന്ന് അവൾക്കറിയാം. അവളുടെ കണ്ണുകൾ അടഞ്ഞു. ചുണ്ടുകൾക്കൊപ്പം നാവ് കൂടി അവനിൽ ചലിച്ചു. അവളുടെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചുപോയവൻ ഉമിനീരിനാൽ അവൻ്റെ കഴുത്ത് നനഞ്ഞു. പല്ലുകൾ കൊണ്ട് ചുവപ്പിച്ചു. മുഖമുയർത്തി അവൻ്റെ കണ്ണിലേക്കൊന്ന് വശ്യമായി നോക്കിയവൾ കണ്ണിലെ ആഴങ്ങളിലേക്ക് ചെന്ന് വീഴുമ്പോലൊരു നോട്ടം. പിന്നെയും ചുണ്ടുകൾ കൊണ്ട് അവൻ്റെ മുഖത്തിൻ്റെ ഓരോ അണുവിനെയും അവൾ പ്രണയിച്ചു. ചുണ്ടുകൾ തമ്മിൽ കോർത്തുകൊണ്ട് തന്നെ അവൾ എടുത്തുയർത്തി ഇടുപ്പിലേക്ക് ഇരുത്തി അവൻ റൂമിലേക്ക് നടന്നു. ബെഡിലേക്കായി അവൾ എടുത്തിട്ട് കൊണ്ട് അവനും അവൾക്കൊപ്പം കിടന്നു. പതിയെ ഉടലുകൾ ഒന്നു ചേർന്നു. അവളും തളർന്നു. പിന്നെ അവനും. കമിഴ്ന്ന് കിടന്ന് കിതക്കുന്നവൻ്റെ പുറത്തേക്ക് അവൾ കവിളുകൾ അമർത്തി. അവളെ പൊതിഞ്ഞ പുതപ്പിനുള്ളിലേക്ക് അവനെയും ചേർത്തു. എന്താടി? പരിക്കനായ അവൻ്റെ ചോദ്യം. ഏറെ നേരമുള്ള അവളുടെ മൗനം അവൻ അസഹ്യമായി. വാദോരാതെ സംസാരിക്കണം അവൾ. ഓരോ വാക്കിലും തന്നോടുള്ള പ്രണയം നിറയണം. അത് പറയണം. അത് കേൾക്കാൻ വേണ്ടിയാണ് എപ്പോഴും ചോദിക്കുന്നത് പോലും. അവളിൽ നിന്നറിയുന്ന പ്രണയത്തിനോളം ലഹരി മറ്റൊന്നിനുമില്ല. എന്നിട്ടും അനക്കമൊന്നുമില്ലാതെ വന്നു അവൻ തിരിഞ്ഞിടുന്ന അവളെ എടുത്തുയർത്തി അവൻ്റെ ദേഹത്തേക്ക് ചേർത്തു. എനിക്ക് നാണാവുന്നുണ്ട് മയ്യേട്ടാ. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ കഴുത്തിനുള്ളിലേക്ക് ഒളിച്ചു. അവനും അവൾ അറിയാതെ ചിരിച്ചുപോയി. പക്ഷേ ആ വൈകയെ എനിക്കൊരുപാട് ഇഷ്ടമായി. അവൻ്റെ പൊള്ളുന്ന ശ്വാസം കാതിലേക്ക് അടിച്ചു. ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നവൾ. അതേ കിടപ്പിൽ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൻ കൈയെത്തിച്ച് അതെടുത്ത് കാതിലേക്ക് ചേർത്തു. അവിടെ നിന്നുള്ള സംസാരത്തിന് അനുകൂലമായൊരു മറുപടി അവൻ നൽകി ആ കോൾ അവസാനിപ്പിച്ചു. ഇന്ത്യയിൽ നിന്ന് വീരസിംഹമൻ അടയർ വന്നിട്ടുണ്ട്. മുത്തശ്ശനാണോ? വല്ലാത്തൊരു തിടുക്കത്തോടെ അവൾ ചോദിച്ചതും അത് ഇഷ്ടപ്പെടാതെ അവളെ ദേഷ്യപ്പെട്ടു നോക്കിയവൻ പീലി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിലൊന്ന് മുത്തി. എന്തിനാ ഈ ദേഷ്യം? മുത്തശ്ശൻ പാവല്ലേ. പിന്നെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു ഈ അനിമലിന് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാ. അല്ലാതെ ആ പാവം മോശമായിട്ടൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല. പീലി അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. എന്നിട്ടവിടെ വലിയ മാറ്റമൊന്നുമില്ല. വന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ കണ്ട സന്തോഷം, തിടുക്കം, അവളുടെ വെറുപ്പ് പോലും പങ്കുവെക്കപ്പെടാൻ അവൻ ഒരുക്കമായിരുന്നില്ല. അവൾ അവൻ്റെയാണ്, അവൻ്റെ മാത്രം. എൻ്റെ മയ്യേട്ടനല്ലേ, മുത്തശ്ശനോട് വഴക്കൊന്നും വേണ്ട കേട്ടോ. ഒന്നിലേലും മുത്തശ്ശൻ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടല്ലേ മയ്യേട്ടൻ എന്നെ കല്യാണം കഴിച്ച്. അതുകൊണ്ടല്ലേ എനിക്ക് മയ്യേട്ടൻ എനിക്ക് കിട്ടിയേ. ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ നോക്കാൻ പറ്റുമായിരുന്നു. അവളൊരു ശരിയോട് അവൻ്റെ ചുണ്ടിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. അടുത്ത നിമിഷം അവളെ മറിച്ചിട്ടുകൊണ്ട് അവൻ അവളിലേക്ക് ചേർന്നു. ഡു യു തിങ്ക് സോ? അയാളുകാരനാണെന്നാണോ ചോദിക്കുമ്പോഴുള്ള അവൻ്റെ ദേഷ്യം കാണെ പീലിയൊന്ന് അടങ്ങിപ്പോയി. പെട്ടെന്ന് എന്താ പറ്റി? ഒരാളുടെയും കണ്ടീഷന്റെ പുറത്തല്ല നീ എൻ്റെ ഭാര്യയായത്. അവളിലേക്ക് മുഖം അടുപ്പിച്ചവൻ മുരണ്ടു. പീലി കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. ഐ നീഡ് യു, ഡാം ഇറ്റ്, ഐ ബാഡ്ലി നീഡ് യു. നിന്നെനിക്ക് വേണമായിരുന്നു ഇവിടെ എൻ്റെ ബെഡ്റൂമിൽ ഇതുപോലെ എന്നോട് ചേർന്നു. ഞാൻ നീ മാത്രം. ഇറ്റ് വാസ് ലാസ്റ്റ്. ഇത്രയും പ്രായത്തിനിടയിൽ എന്നിലെ പുരുഷൻ ഉണർത്തിയവൾ. ബട്ട് നൗ ഇറ്റ്സ് ലവ്. ഒഴിഞ്ഞു മാറി എന്നെ പിടിച്ചടുപ്പിച്ച നീയാ. ഇനി നിന്റെ പ്രണയം എനിക്ക് വേണം, ഒട്ടും കുറയാതെ തന്നെ വേണം. ദേഷ്യത്തോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞവൻ പീലി കണ്ണിമച്ചിമാതെ അവനെ നോക്കിപ്പോയി. ഇതിലും നന്നായി അവന് തന്നോട് ഇനി പ്രണയം പറയാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. ആർക്കും വേണ്ടിയല്ല, ആരുടെയും കണ്ടീഷന് വേണ്ടിയിട്ടല്ല, അവന് വേണ്ടിയായിരുന്നു. അന്നതിന് ലെസ്റ്റ് എന്ന ഫീലായിരുന്നെങ്കിൽ ഇപ്പോഴത് അവൻ്റെ പ്രണയമാണ്. അതിനുമപ്പുറം അവനെങ്ങനെ തൻ്റെ പ്രണയം പറയും? കണ്ണുകൾ നിറച്ച് പുഞ്ചിരിയോടെ അവളവൻ്റെ നെറുകയിൽ ചുംബിച്ചു. അപ്പോഴേക്കും വീണ്ടും ഫോൺ ശബ്ദിച്ച് തുടങ്ങിയിരുന്നു. Z കാറ്റഗറി സെക്യൂരിറ്റി കടന്നാണ് മനാടിയർക്കൊപ്പം അവർ രണ്ടുപേരും DM മാൻഷനുള്ളിലേക്ക് എത്തിയത്.
സ്വന്തം മുത്തച്ഛനെ പോലും വിശ്വാസമില്ലാത്ത ദക്ഷ മഹേശ്വരന് അവർക്കും പേടി തോന്നി. മാൻഷനുള്ളിലേക്ക് കടന്നതും അറിയാതെ അവരുടെ കണ്ണുകൾ വിടർന്നു. കുട്ടിക്കാലത്ത് 1001 രാവുകളിൽ വായിച്ചു പറഞ്ഞ ഏതോ അറേബ്യൻ കൊട്ടാരത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള സൗധം. അതിനു മാത്രമായി 50 കോടിയോളം വിലമതിക്കും. ഒരു സിംഹത്തിന്റെ കൊട്ടാരമാണത്. പിടിക്കപ്പെട്ടാൽ കടിച്ച് കീറും അവൻ. എത്രയൊക്കെ ധൈര്യമുണ്ടെങ്കിലും മൈയുടെയും വൈദ്യയുടെയും ഉള്ളം കൈ വിയർത്തു. മനസ്സിൽ കള്ളത്തരമുള്ളതുകൊണ്ടാവും ഇത്രയും ഭയമെന്ന് അവർക്ക് തോന്നി. യാത്രയിലുടനീളം പരസ്പരം ഒന്നും സംസാരിക്കാനുള്ള അവസരം ഇരുവർക്കും ലഭിച്ചിരുന്നില്ല. മൈക്കാണെങ്കിൽ പീലിയുടെ ചിടിയമ്മിന്റെ ഭാര്യയായി അവൻ നേരിട്ട് കാണുന്നതിന് മുമ്പേ സത്യങ്ങളെല്ലാം അവനെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. നിസ്സഹായനാണ് താനെന്ന സത്യം ഏറെക്കുറെ അവൾ അംഗീകരിച്ചു തുടങ്ങിയിരുന്നു. ഒപ്പം ബാമ പറഞ്ഞ വാക്കുകളും വീണ്ടും കാതിൽ മുഴങ്ങി കേട്ടു. അയാളെ കൊടുക്കാൻ ഒളിച്ചും പാത്തും ആൾമാർട്ടം നടത്തിയൊക്കെയല്ലേ ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള നിങ്ങൾ വരെ മുന്നിലേക്ക് പോകുന്നു. അപ്പൊ ഇതൊന്നും അല്ലാത്ത ഈ ലോകം പോലും മര്യാദ കാണാത്ത അവൾ അയാൾക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ വിഷ്ണുവിനോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല മൈ. ബാമ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ അവൾക്ക് അനുഭവിച്ചു തന്നെ മനസ്സിലായി. തന്നെ നെഞ്ചിടിക്കുന്ന ശബ്ദം തനിക്ക് തന്നെ കേൾക്കാം. പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട്. പിടിക്കപ്പെടുമോ എന്നൊരു പേടിയോടുകൂടിയാണ് തങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ പീലിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പോലും ഇല്ലായിരുന്നു. അവളുടെ ഏട്ടനെ വേണം, അത്രമാത്രം. അവളുടെ മനസ്സിൽ കള്ളമില്ല, ചതിയുമില്ല. അങ്ങനെയുള്ളവൾക്ക് അയാളുടെ മുമ്പിൽ നിൽക്കാൻ പേടി കാണില്ല. സാർ ഇരിക്കും, DM പോരും. ആളിലേക്ക് മുത്തശ്ശനൊപ്പം വന്ന വൈദ്യയും മയ്യെന്ന് നോക്കിക്കൊണ്ട് മുത്തശ്ശനോടായി ബഹുമാനത്തോടെ സേവ്യർ പറഞ്ഞു. അവരെത്തിയതറിഞ്ഞ് ജൂലി അങ്ങോട്ട് വന്നിരുന്നു. മന്നാടിയർക്കൊപ്പം മയ്യെ മാത്രം പ്രതീക്ഷിച്ച ജൂലിയും വൈദ്യയെ കണ്ട് ഞെട്ടി. ആ ഞെട്ടൽ അവളുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു. നിങ്ങളെന്താ കുട്ടികളെ നോക്കി നിൽക്കുന്നത്? ഇരിക്ക്. താനിരുന്നിട്ട് പിന്നിലായി മാറി നിൽക്കുന്ന മയ്യെയും വൈദ്യയും നോക്കി മുത്തശ്ശൻ സ്നേഹത്തോടെ പറഞ്ഞതും ഇരുവരുടെയും നോട്ടം ഒരുപോലെ സേവ്യറിലേക്കായി. അവരെ നോക്കി അയാളൊന്ന് പുഞ്ചിരിച്ചതും മടിയോടെയാണെങ്കിലും ഇരുവരും മുത്തച്ഛനരിയിലായി സ്ഥാനം പിടിച്ചു. ജൂലിയുടെയും മൈയുടെയും മുഖത്തെ ടെൻഷനും അസ്വസ്ഥതയൊക്കെ വൈദ്യക്ക് എളുപ്പം മനസ്സിലായിരുന്നു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ കാരണം എന്താണെന്ന് അവന് വ്യക്തമായില്ല. അതൊരിക്കലും DM വന്നുകൊണ്ടല്ലെന്ന് അവന് ഉറപ്പാണ്. മനസ്സിലുയരുന്ന അനേകായിരം ചോദ്യങ്ങളോടെ അവനും കാത്തിരിക്കുകയായിരുന്നു ദക്ഷ മഹേശ്വർ സിംഹയെ. ഓടിപ്പിടച്ചൊരു കുളിയും കഴിഞ്ഞ് ലോങ് സ്കേർട്ട് ലോങ് ടോപ്പ് എടുത്തിട്ട് മുടിയും വേഗം ഡ്രയർ വെച്ചൊന്ന് ഒതുക്കി പീലി. മുത്തശ്ശൻ വന്നു എന്നറിഞ്ഞ ധൃതിയുണ്ടായിരുന്ന അവരുടെ ചലനങ്ങൾക്ക്. ഇത് കഷ്ടാട്ടോ മയ്യേട്ടാ, എന്നോട് നേരത്തെ പറഞ്ഞതെങ്കിൽ ഞാൻ ഒന്നിനും സമ്മതിക്കില്ലായിരുന്നു. ഇതിപ്പോൾ മുത്തശ്ശൻ എന്താ വിചാരിക്കുക? മുടിയൊന്ന് കൈവച്ചൊതുക്കി നെറ്റിയിൽ ഒരു പൊട്ടുന്നെറിയിൽ അല്പം സിന്ദൂരം കൂടി തൊട്ടുകൊണ്ട് സോഫയിലിരിക്കുന്നവരെ നോക്കി അവൾ പരാതി പറഞ്ഞു. ഈശ്വര അവൾ വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ. ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചുണ്ടിലേക്ക് ചായം പുരട്ടുന്നവളെ കാണെ അവൻ്റെ കണ്ണൊന്ന് കുറുകി. ഇങ്ങനെ നോക്കണ്ട, ഒക്കെ പൊട്ടിയിരിക്കുക. ഭ്രാന്തി പിടിച്ച പോലെ എന്നോട് ഓരോന്ന് കാണിക്കണേ. ഇത്തവണ അവനെ നോക്കിയില്ല. ഒപ്പം ശബ്ദത്തിൽ വല്ലാത്തൊരു പതർച്ചയും. ഒരു നിമിഷം കൊണ്ട് അവളെ എടുത്തുയർത്തിക്കൊണ്ട് മുഖം അവളിലേക്ക് അടുപ്പിച്ചവൻ. ഒരു കൈ കൊണ്ട് അവളുടെ ഭാരം മുഴുവൻ അവൻ താങ്ങി. ഈശ്വര! പീലി ഞെട്ടി ഉമിനീരിറക്കി. കണ്ണുകൾ അവനിൽ ഉറക്കാതെ പിടഞ്ഞു മാറി. ഭ്രാന്തി ശരിക്കും ആർക്കാണ് വൈക? ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഏതിലൊന്ന് ഉരസി മാറി. പീലി കണ്ണുകൾ അടച്ചുപോയി. ആൻസർ മീ വൈക. പറയാൻ നീ ഇവിടുന്ന് ആരെയും കാണാൻ പോവില്ല. കടുപ്പമുണ്ട് അവൻ്റെ സ്വരത്തിന്. ഉത്തരം കിട്ടിയേ തീരൂ എന്നൊരു വാശിയും. പീലി കണ്ണു തുറന്ന് ദയനീയമായി അവനെ നോക്കി. മയ്യേട്ടാ, നേരത്തെ ഞാൻ വെറുതെ പറഞ്ഞതാ. പക്ഷേ ഞാൻ വെറുതെ ചോദിച്ചതല്ല. ഞാൻ മിണ്ടില്ല കേട്ടോ. ഇങ്ങനെയൊന്നൊരു പെൺകുട്ടിയോട് ചോദിക്കാൻ പാടില്ല. ഭർത്താവിന് ഭാര്യയോട് ചോദിക്കാം. ഞാൻ പറയൂല. എന്നാ പിന്നെ മന്നാടിയരെ കാണാൻ വൈക പോവില്ല. നിസ്സാരം പോലെ പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് സോഫയിലേക്ക് ഇരുന്നവൻ. അവളുടെ മുഖമൊന്ന് വീർത്തുപോയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവനും ഇരുന്നു. ശരി, ഞാൻ പറയാം, പക്ഷെ എന്നെങ്ങനെ നോക്കല്ലേ. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവന് വലിയ മാറ്റമില്ലെന്ന് കാണെ പീലി തോൽവി സമ്മതിച്ചു. എന്നിട്ടും നോട്ടം മാറ്റാൻ നിൽക്കുന്നവന്റെ കണ്ണിൽ കൈവച്ച് മറതീർത്തവൾ. എനിക്കാ ഭ്രാന്ത്, ഞാനാ മയ്യേട്ടനെ കടിക്കുന്നേ. മെല്ലെ പറഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിലെ ചുവന്ന പാടിൽ ചുണ്ടെന്ന് അമർത്തിയവൾ. എന്നാലും എന്റെയാ, ഞാൻ ഇനിയും ഇങ്ങനെ കടിക്കും. എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. അവന്റെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൂടി കൊടുത്ത് മടിയിൽ നിന്ന് പിടഞ്ഞിറങ്ങി വാതിലിനടുത്തേക്ക് ഓടി. ചുണ്ടിൽ മറച്ചു വെച്ച ഒരു പുഞ്ചിരിയോടെ അവനും അവൾക്ക് പുറകെ ചെന്നു. ലിഫ്റ്റിനുള്ളിൽ നിന്നിറങ്ങിയതും പീലി പതി അവന്റെ പുറകിലേക്ക് ഒതുങ്ങി. അവന് മുന്നിലേ ഉള്ളൂ അവളുടെ ധൈര്യമൊക്കെ. അവിടെ നിൽക്കുന്ന ഗാർഡ്സിനോട് പോലും ചെറുതല്ലാത്ത പേടിയുണ്ട് അവൾക്ക് ഇന്നും. അല്ലെങ്കിലും ദക്ഷ മഹേശ്വരന്റെ ഭാര്യ എന്ന പേരിൽ കിട്ടുന്ന പ്രിവിലേജ് ഒന്നും പീലി ആഗ്രഹിച്ചിട്ടില്ല. അവൾക്കതൊന്നും ആവശ്യവുമില്ല. ഏട്ടൻ മാത്രമായിരുന്നു അവളുടെ ലോകത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വന്ന മഹിയെ മാത്രമേ അവൾ പ്രണയിച്ചിട്ടുള്ളൂ, മോഹിച്ചിട്ടുള്ളൂ. ലിവിങ്ങിലേക്ക് നടക്കുമ്പോൾ പുറകിലേക്കായി ഒരു കൈ നീട്ടിപ്പിടിച്ചവൻ. അത് അവൾക്കുള്ളതാണ്. ഒന്ന് സംശയിച്ചുകൊണ്ടാണെങ്കിലും അതിൽ അവളുടെ പിടിമുറുകി. അടുത്ത നിമിഷം അവൾ വലിച്ച നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. യു ആർ മൈ വൈഫ്.
ഗാർഡ്സിന്റെ ഡ്യൂട്ടി ഭാര്യ ചെയ്യേണ്ടതില്ല. മിഴിച്ചു നോക്കുന്നവരുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഗൗരവത്തോടെ പറഞ്ഞതും മുഖം കുനിച്ചതേയുള്ളൂ പീലി. അടുത്ത നിമിഷം പീലിയുടെ കൈകൾ ശക്തിയോടെ അവനിൽ മുറുകയും ചെയ്തു. ഇപ്പോൾ കടന്നു പോകുന്ന ജയുടെ റൂമിനടുത്ത് കൂടിയാണ്. അതിൻ്റെ പേടി. ഇതാ ഞാൻ പറഞ്ഞ് സ്റ്റെയർ വഴി ഇറങ്ങാന്ന്. സ്റ്റെയർ ഇറങ്ങിയാൽ ജയുടെ അടുത്ത് കൂടി വരണ്ട, ലിഫ്റ്റിലാകുമ്പോൾ അത് കടന്നു തന്നെ വരണം. ചുരുക്കി പറഞ്ഞാൽ അവനൊഴിച്ച് അവിടെയുള്ള ബാക്കി എല്ലാത്തിനെയും അവൾക്ക് പേടിയാണ്. ഹാളിൽ അത്രയും നേരം നിറഞ്ഞെന്ന കടുത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ ബൂട്ട്സിൻ്റെ ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. സാറ് വരുന്നുണ്ട്, സേവ്യർ പറഞ്ഞതും മയ്യും വൈദ്യ ഇരുന്നിടത്ത് എഴുന്നേറ്റു. ജോലി കഴുത്തിലെ കുരിശിൽ പിടിമുറുക്കി കണ്ണുകൾ അടച്ചൊന്ന് തുറന്നു. മെയിൻ ഹാൾ കടന്ന് തലയെടുപ്പോടെ നടന്നു വരുന്ന രൂപത്തെ ഒരിക്കലേ മയ്യും വൈദ്യയും നോക്കിയുള്ളൂ. അടുത്ത നിമിഷം ഇരുവരുടെയും ശ്രദ്ധ ഒരുപോലെ ചെന്ന് നിന്ന് മുത്തശ്ശനെ നോക്കി ചെറുചിരിയോടെ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി വരുന്ന അവരുടെ പീലിയിലാണ്. വൈദ്യ ഞെട്ടിലോടെ തറഞ്ഞു നിന്നപ്പോൾ മയ്യുടെ കണ്ണ് നിറഞ്ഞുപോയി. വിഷ്ണുവിൻ്റെ ജീവനാണ്, അവൻ്റെ പ്രാണൻ. അവൾ ആദ്യമായി കാണുന്ന നിമിഷത്തെ വെറുതെയെങ്കിലും സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. ചേർത്ത് പിടിക്കണമെന്നും നെറുകയിൽ ചുണ്ട് ചേർക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് കണ്ട നിമിഷങ്ങളിലൊന്നും ഇതുപോലൊരു ദൃശ്യം തെളിഞ്ഞിട്ടില്ല. വല്ലാത്തൊരു വേദനയോടെ അവൾ നോക്കി നിന്നുപോയി മൈ. വിശ്വസിക്കാനാവാതെ പീലിയെ മാത്രം ഉറ്റുനോക്കി നിൽക്കുകയാണ് വൈദ്യ. നേരിട്ട് കാണാൻ ആഗ്രഹിച്ച രൂപം ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ നിൽക്കുന്നു. അതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളുടെ കൈക്കുള്ളിൽ അയാളോട് ചേർന്നുകൊണ്ട്. കാണുന്ന കാഴ്ചയുടെ പൊരുളൊന്നവന് മനസ്സിലായില്ല. ആ നിമിഷം ശ്വാസം നിലച്ചു പോകുമെന്ന് തോന്നി. കണ്ണ് നിറഞ്ഞൊഴുകുന്നതിന് മുമ്പേ മുഖം അമർത്തി തുടച്ചവൻ ജൂലിയെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണിൽ കാണുന്ന ദയനീയത, നിസ്സഹായത ഒരു നോട്ടം കൊണ്ട് വൈദ്യയ്ക്ക് മനസ്സിലായി. വരുന്നതിനോട് പറഞ്ഞില്ലല്ലോ മുത്തശ്ശ. മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പീലി ചോദിച്ചതും അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നെറുകയിൽ കൈവച്ചു മുത്തശ്ശൻ. അന്ന് കണ്ടതിലുമേറെ തിളക്കമുണ്ട് അവളുടെ മുഖത്ത്, മനസ്സ് നിറയുന്ന പുഞ്ചിരിയും. മുത്തശ്ശന് വല്ലാത്ത ആശ്വാസം തോന്നി. അവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് തോന്നി. പെട്ടെന്ന് തീരുമാനിച്ചതാ മോളെ, സുഖല്ലേ മോൾക്ക്? ചിരിയോടെ മൂളിക്കൊണ്ട് പീലി സംശയത്തോടെ മുത്തശ്ശൻ അരികിൽ നിൽക്കുന്നവരെ നോക്കി. അവളുടെ കണ്ണിൽ അപരിചിതത്വം വൈദ്യയെയും മയ്യെയും ഒരുപോലെ വേദനിപ്പിച്ചു. ഇത് മയൂര, നിന്റെ മഹിയേട്ടൻ്റെ അനിയത്തിയായി വരും. പിന്നെ ഇത് വൈദ്യ, എൻ്റെ കൊച്ചുമോൻ തന്നെ അവനും എൻ്റെ കൂട്ട്. മുത്തശ്ശൻ രണ്ടുപേരെ അവർക്കായി പരിചയപ്പെടുത്തി കൊടുത്തു. പീലി രണ്ടുപേർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അവൾക്ക് തിരികെ ഒരു ചിരി നൽകാൻ ശ്രമിച്ച് ഇരുവരും തോറ്റുപോയി. ഇതാണ് ട്ടോ പീലി, മൈമോള് കാണാൻ ആഗ്രഹിച്ചു വന്ന ആള്, മിസ്സിസ് ദക്ഷു മഹേശ്വർ സിംഹ. മുത്തശ്ശൻ മൈക്കും വൈദ്യക്കുമായി അവളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും വൈദ്യ കണ്ണുകൾ ഇറുക്കി അടച്ച് കളഞ്ഞു. നെഞ്ചിലൂടെ മൂർച്ചയുള്ള ഒരു വാള് കടന്നുപോയതുപോലെ അവന് വേദനിച്ചു. ഒപ്പം ഉള്ളിലൊരു 100 ചോദ്യങ്ങളും ഉയർന്നു വന്നു. ആ നിമിഷങ്ങളിലൊന്നും പീലിക്ക് പുറകിൽ നിന്നും തങ്ങളിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്നവനെ അറിഞ്ഞില്ല. അവരുടെ ശ്രദ്ധ അവനിൽ എത്തിയതുമില്ല. കൈകൾ പാൻറിന്റെ പോക്കറ്റിൽ ആഴ്ത്തി ഒട്ടും ചിരിയില്ലാതെ തന്നെ അവൻ വന്നവരെ നോക്കി നിന്നു. അവരുടെ കള്ളം ഒളിപ്പിക്കുന്ന കണ്ണുകൾ അവന് മുമ്പിൽ വ്യക്തമായി. മുത്തശ്ശനോട് എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പീലിയുടെ നോട്ടം തന്നെ ഇമച്ചിമാ നോക്കുന്ന മയിലെത്തി. പീലി ഒന്ന് ഭംഗിയായി പുഞ്ചിരിച്ചു. നിറഞ്ഞ കണ്ണുകളോട് അവളിൽ നിന്ന് ഒളിച്ചുകൊണ്ട് മയ്യും ഒരു പുഞ്ചിരി മടക്കി നൽകി. ചേച്ചി എന്ത് ചെയ്യുന്നു? പീലി സൗഹൃദഭാവത്തിൽ തിരക്കി. ഞാൻ ഡാൻസ് ടീച്ചറാ, തറവാട്ടിൽ തന്നെയാ പഠിപ്പിക്കലൊക്കെ. മൈ പതിയെ പറഞ്ഞു. ആണോ? എനിക്കും അറിയാം, ഞാനും പഠിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യായിരുന്നു, അങ്ങനെ എന്നെയും പഠിപ്പിച്ചു. ഒരു നിമിഷം പഴയ ഓർമ്മകളിൽ അവളും വാചാലയായി. ഈശ്വരന്റെ നോട്ടം മറ്റുള്ളവരിൽ നിന്നും അവളിൽ മാത്രമായി ഒതുങ്ങി. അമ്മയെന്ന് പറയുമ്പോൾ പോലും അവളുടെ കണ്ണിൽ നിറയുന്ന സ്നേഹം, ബഹുമാനം, ഒപ്പം വേദന. അവനാകെ ഒരു അസ്വസ്ഥത തോന്നിപ്പോയി. പീലി പറയുന്നൊക്കെയും ശ്രദ്ധിച്ചെന്ന മൈക്ക് അവളോട് ഒരുപാട് സ്നേഹം തോന്നി. അവൾ പറഞ്ഞൊക്കെയും വിഷ്ണു പറഞ്ഞറിവുള്ള കാര്യമാണ്. അമ്മയെ പോലെയാണ് പീലി. അച്ഛനെയും അമ്മയെയും തറവാടും വിട്ട് അവൾക്കൊരു ലോകവുമില്ല. അങ്ങനെ ഒരു ലോകം അവൾ കണ്ടിട്ടുമില്ല. എന്നൊരിക്കൽ വിഷ്ണു പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തെടുത്തു. പക്ഷേ ഇന്ന് താൻ കാണുന്ന പീലിയുടെ ലോകം മറ്റൊന്നാണെന്ന് അവൾക്ക് തോന്നി. ഒരാൾ മാത്രമാവുന്ന അവളുടെ വലിയ ലോകം. വൈക അല്പനേരം തുടർന്നു പോയ മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് അവൻ്റെ മുഴക്കമുള്ള ശബ്ദമുയർന്നതും ആദ്യമായി കേൾക്കുന്ന ഞെട്ടിലോടെ വൈദ്യയുമായി അവനെ നോക്കി. പീലി ആരെയും നോക്കാതെ അവനടുത്തേക്ക് ചെന്നു. അവൻ്റെ തോളിൻ്റെ മറവിലായി ചേർന്ന് നിന്നു. വൈദ്യ ആ കാഴ്ച വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ മൈക്ക് പേടി തോന്നി. സേവിയർ, ഇവർക്കുള്ള റൂം ശരിയായി കൊടുക്കുക. ട്രാവൽ ചെയ്തല്ലേ, ക്ഷീണമുണ്ടാവും. മയ്യെയും വൈദ്യയും നോക്കി പറഞ്ഞുകൊണ്ട് അവൻ പീലിയുടെ കൈ പിടിച്ച് തിരിഞ്ഞടന്നു. അവനൊപ്പം മുന്നോട്ട് നടക്കുമ്പോൾ തിരിഞ്ഞ് മുത്തശ്ശനെ നോക്കി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞവൾ. മുത്തശ്ശൻ അവളെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു. എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടോ സേവി? ഇരുവരെയും നോക്കിക്കൊണ്ട് തന്നെ മുത്തശ്ശൻ സേവിയനോടായി ചോദിച്ചു. മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ സർ, പക്ഷെ അതെല്ലാം ആ കുട്ടിയോട് മാത്രമേ ഉള്ളൂ.
ബാക്കിയുള്ളവർക്കെല്ലാം അയാൾ ഇന്നും അനിമൽ തന്നെയാണ്. ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സേവ്യർ മുത്തശ്ശിന് മറുപടി നൽകുമ്പോൾ ജൂലിയുടെയും മൈയുടെയും വൈദ്യയുടെയും നോട്ടം അയാളിലേക്ക് എത്തി നിന്നു. അത് തങ്ങൾക്കുള്ള താക്കീതാണെന്ന് അവർക്ക് തോന്നി. സർ, ജൂലി പതിയെ മുന്നോട്ട് വന്നു. ഇവർക്കുള്ള റൂം താൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ സർ. അവരോട് തനിച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ സമാധാനം ഉണ്ടായിരുന്നു ജൂലിയുടെ മറുപടിയിൽ. എന്നാൽ നിങ്ങൾ ജൂലിയോടൊപ്പം ചെല്ല്, ഒന്ന് ഫ്രഷായിട്ട് വിശ്രമിക്കുക, എന്നിട്ട് നമുക്ക് കാണാം. സേവ്യറിനോടൊപ്പം പോകുന്നതിന് മുമ്പ് മുത്തശ്ശൻ പുഞ്ചിരിയോടെ വൈദ്യയോടും മയ്യോടുമായി പറഞ്ഞു. ഇരുവരും അദ്ദേഹത്തെ നോക്കി സമ്മതം അറിയിച്ചു. ഈ കൊട്ടാരത്തിൽ മനസ്സുറന്ന് പുഞ്ചിരിക്കാൻ ഇപ്പോൾ കഴിയുന്ന രണ്ടുപേർ പീലിയും മുന്നിൽ നിൽക്കുന്ന ആ വലിയ മനുഷ്യനുമാണെന്ന് അവർക്ക് തോന്നി. കാരണം അവർ ഇരുവർക്കുമുള്ളിൽ കള്ളമില്ല, ചതിയില്ല, രഹസ്യങ്ങളും. പീലിയും ഈശ്വറും കയറി ലിഫ്റ്റ് പിന്നെ ചെന്ന് നിന്ന് റൂഫ് ടോപ്പിലുള്ള വലിയ സ്പേസിലേക്കാണ്. ലിഫ്റ്റ് ഇറങ്ങി അവനൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ പീലയുടെ ഉള്ളമൊന്ന് വിറച്ചു. ആദ്യമായി ഒന്ന് ചേർന്ന ഇടം. അന്ന് തനിക്കുള്ളിൽ അവനോടുള്ള ഭയം മാത്രമായിരുന്നു. ഓർക്കും തോറും മേസിയുടെ കുളിരിലും അവളുടെ ഉള്ളം കൈ വിയർത്തുപോയി. എന്തിനിങ്ങോട്ട് വന്നേ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.